സ്നേഹമുള്ളവരെ, അടുത്ത കാലത്ത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വവർഗ രതിയിൽ ജീവിക്കുന്ന പങ്കാളികളെ ആശീർവദിക്കണം എന്ന ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. അതിനെ ചിലർ കത്തോലിക്ക സഭ സ്വവർഗരീതിയെ അംഗീകരിക്കുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചു. മറ്റു ചിലർ മാർപ്പാപ്പ പരമ്പരാഗതമായ കത്തോലിക്ക രീതികളിൽ നിന്ന് മാറിപ്പോകുന്നു എന്നാണ് വ്യാഖ്യാനിച്ചത്. പക്ഷെ ഇത് രണ്ടും ശരിയല്ല. ഈ സ്വവർഗരതിയുടെ ചില കാണാപ്പുറങ്ങൾ പരിശോധിച്ചാലാണ് നമുക്കതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ കഴിയുക. സ്വവർഗരതി ഇപ്പോൾ ഒരു ചുരുക്കപ്പേരിലാണ് അറിയപ്പെടുന്നത് LGBTQR. LGBTQR എന്ന് പറയുന്നത് ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ. പിന്നെ LGBTQR. ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയും ജീവിത പങ്കാളികളായിട്ട് ജീവിക്കുന്നു. പുരുഷനും ജീവിത പങ്കാളിയായിട്ട് ജീവിക്കുന്നതാണ് ഗേ. പിന്നെ ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ജീവിത പങ്കാളിയായിട്ടുള്ള ജീവിതം. അതുകൂടാതെ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. QR എന്ന് പറഞ്ഞാൽ അവര് പല സമയത്ത് പലത് ഇഷ്ടമുള്ളതുപോലെ തിരഞ്ഞെടുക്കുന്നു. ഈ ഒരു വാക്ക് ഇപ്പോൾ ഇത് അംഗീകരിക്കുന്നവരെ വി ആർ പ്രൗഡ് എന്ന് പറയുന്ന പ്രൗഡ് പ്രൈഡ് മന്ത്, അതായത് ഇതൊക്കെ അംഗീകരിക്കുന്നതിൽ ഞങ്ങൾ സ്വീകരിക്കുന്നു, സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് ഏറ്റുപറയുന്നു, അതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നു. അപ്പൊ ഈ ലെസ്ബിയൻ, ഗേ എന്ന് പറയുന്ന, അതുപോലെ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറയുന്ന ഈ പ്രസ്തുത ജീവിത വ്യവസ്ഥകൾ അതിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളതാണോ അതോ ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ആരംഭം മുതലുണ്ടോ? ലോകത്തിൻ്റെ ആരംഭം എന്ന് പറയാൻ നമുക്കത് അറിയില്ല കൃത്യമായിട്ട്. ഇത് ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ ഉള്ളതായിട്ട് പല ഗ്രന്ഥങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലെ സോദോം ഗൊമോറ എന്ന് പറയുന്ന ആ സിറ്റിയുടെ അവസ്ഥ തന്നെ വ്യാഖ്യാനിക്കുന്നത് അവിടെയുള്ള ജനങ്ങൾ പ്രിഫർ ചെയ്തിരുന്നത് ഗേ ആവാനും ലെസ്ബിയൻ ആവാനാണ്. എന്ന് വെച്ചാൽ സ്ത്രീയും തമ്മിലും പുരുഷനും തമ്മിലുള്ള ജീവിത ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരുടെ സമൂഹം. അതിനെയാണ് ഗന്ധകവും അഗ്നിയും ഇറക്കി ദൈവം നശിപ്പിച്ചു എന്ന ഒരു കഥാചരിത്രം ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഥാചരിത്രം എന്ന് വളരെ ബോധപൂർവം പറഞ്ഞതാണ്. അതിലെ ചരിത്ര വസ്തുത ഉണ്ടെങ്കിൽ പോലും കഥാംശവും ചരിത്രാംശവും കൂടിച്ചേർന്നിട്ടാണ് അത് രചിക്കപ്പെട്ടിട്ടുള്ളത് എന്ന എൻ്റെ കാഴ്ചപ്പാട് പറയാനാണ്. അപ്പം ഇത് സോദോം ഗൊമോറയുടെ മാത്രം അവസ്ഥയല്ല, ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളിലും ഇത്തരം ജീവിത രീതികൾ കാണാം. ഈ ജീവിത രീതിയെ കത്തോലിക്ക സഭയുടെ ദർശനമനുസരിച്ച് സ്വാഭാവിക സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കുടുംബ ബന്ധവും അവരുടെ സ്നേഹവും അതിൽ നിന്ന് രൂപം കൊള്ളുന്ന കുഞ്ഞുങ്ങളും ആണ് സ്വാഭാവിക രതിയുടെ മാർഗങ്ങൾ എന്നാണ് കാത്തലിക് ചർച്ച് പഠിപ്പിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായതെല്ലാം അസ്വാഭാവികമാണ്. അപ്പൊ ഇത് നാച്ചുറലാണ്, മറ്റേത് നാച്ചുറൽ അല്ല. നാച്ചുറൽ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് അതിനെ സിൻഫുൾ, പാപം എന്ന് പറയുന്നത്. പക്ഷെ ലോകത്തിലെ എല്ലാ സംസ്കാരങ്ങളും കാത്തലിക് ചർച്ച് പറയുന്നത് പോലെ അതിനെ പാപം എന്നല്ല പറഞ്ഞിരുന്നത്. ഇതിനെക്കുറിച്ച് ഈ വെസ്റ്റേണേഴ്സിന്, പാശ്ചാത്യ ലോകത്തിന് പ്രത്യേകിച്ച് ഒരു
ഗ്രീക്ക് ചിന്താ പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യമായി മനുഷ്യൻ്റെ ഇത്തരം സ്വഭാവത്തെ വിശകലനം ചെയ്യാനുള്ള ഒരു മാതൃക, ഒരു തിയററ്റിക്കൽ മോഡൽ, ഒരു സൈദ്ധാന്തിക മാതൃക ആദ്യമായിട്ട് വികസിപ്പിച്ചെടുക്കുന്നത്. അത് പ്ലാറ്റോ എഴുതിയിട്ടുള്ള സിംബോസിയം എന്ന പുസ്തകത്തിലാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സൈദ്ധാന്തിക മാതൃക ലോകത്തിൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ആ സൈദ്ധാന്തിക മാതൃക യഥാർത്ഥത്തിൽ ഗേ സ്വഭാവവും സ്ത്രീയും തമ്മിലുള്ള രതിയും പുരുഷനും തമ്മിലുള്ള രതിയും സ്വാഭാവികമാണെന്ന് വാദിക്കുന്ന വിധത്തിലാണ് പ്ലാറ്റോ സിംബോസിയം എന്ന കൃതിയിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് ലോകത്തിൽ നിലവിലുണ്ട്. അതിനെങ്ങനെ ഒരു താത്വിക, ഒരു തിയററ്റിക്കൽ മോഡൽ വെച്ച് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. ആ വ്യാഖ്യാനത്തിൽ അതിലെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്ന, സിംബോസിയത്തിലെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് ഈറോസ് ദേവനെ കുറിച്ചാണ്. ഈറോസ് ദേവൻ എന്ന് വെച്ചാൽ കാമദേവൻ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പല രാജ്യങ്ങളിലും ഇത്രയധികം ദൈവങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ച് പരിശോധിച്ചപ്പോൾ മനസ്സിലായത്, ദൈവത്തെ അവർ മനസ്സിലാക്കുന്നത് സ്വഭാവങ്ങളിലൂടെയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ആപ്പിൾ എന്നാൽ എന്ത്? ആപ്പിൾ എന്നാൽ ഒരു ഫ്രൂട്ടാണ്. ആപ്പിൾ എന്നതിന് റെഡ് കളറാണ്. ആപ്പിൾ എന്നത് സ്വീറ്റാണ്. അപ്പോൾ അതിനെയാണ് ആപ്പിളിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുക. അതിനെ തത്വശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പ്രെഡിക്കേറ്റ്സ് എന്നാണ് പറയുക. അപ്പോൾ എന്താണ് ആപ്പിൾ? ആപ്പിൾ ഒരു പഴമാണ്. ആപ്പിൾ ഒരു മധുരമുള്ളതാണ്. ആപ്പിൾ ചുമന്നതാണ്. ആപ്പിൾ തണുവുള്ള കാലാവസ്ഥയിൽ ഉണ്ടാകുന്നതാണ്. അപ്പം ഇതിനെ പ്രെഡിക്കേറ്റ്സ് എന്ന് പറയും. പക്ഷെ എന്താണ് ആപ്പിൾ എന്ന് എപ്പോഴും അവർ നിർവചിക്കുന്നില്ല. അപ്പോൾ ആപ്പിളിനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്തോ അതാണ് ആപ്പിളിൻ്റെ ആപ്പിളത്വം. അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് അവർ പറയുക സബ്ജക്റ്റ് എന്നാണ്. അപ്പോൾ ആപ്പിളിൻ്റെ ആപ്പിളത്വത്തെക്കുറിച്ച്, മാവിൻ്റെ മാവത്വത്തെക്കുറിച്ച് പഠിക്കുന്നത് സബ്ജക്റ്റും, അതിൻ്റെ സ്വഭാവങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് പ്രെഡിക്കേറ്റ്സും. അപ്പോൾ ഗ്രീക്കുകാർ, ഇന്ത്യക്കാർ, അവരൊക്കെ ദൈവത്തെ അറിഞ്ഞിരുന്നത് ദൈവത്തിൻ്റെ സ്വഭാവങ്ങളിൽ നിന്നാണ്. അപ്പോൾ അവർ കണ്ടത് കാമം എന്നത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമായിട്ടാണ്. കാമം, ഈറോസ്. അപ്പോൾ ഈ ഈറോസ് ദേവൻ നമ്മുടെ നാട്ടിലുണ്ട്, കാമദേവനുണ്ട്. അപ്പോൾ ഈറോസ് ദേവന്റെ പ്രവൃത്തികളെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നതിൻ്റെ ഇടയിലാണ് എന്താണ് ഈറോസ്. അത് അവരൊരു പ്രത്യേകതയുണ്ട്. അവർ മനുഷ്യ സ്വഭാവത്തെ കുറിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് എപ്പോഴും ഇതിനെ മനസ്സിലാക്കിയിരുന്നത്. ഒരു പുരുഷനെ ഒരു സ്ത്രീയെ കാണുമ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെയും മനസ്സിൽ ആലോചിക്കാതെയും, അതിനെങ്ങനെയാണ് പറയുക, നൈദർ വിൽഡ് നോർ പ്ലാൻഡ്. അതായത് എൻ്റെ ഇച്ഛാശക്തി എന്ന് വരുന്നതല്ല, ഞാൻ മുൻകൂട്ടി പദ്ധതി ഇട്ടതുമല്ല. ഒരു പെണ്ണിനെ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്ക് അവളെ സ്വന്തമാക്കണമെന്ന് തോന്നുന്ന ആ വികാരം എന്താണോ അതിനെ വിളിച്ച പേരാണ് അവര് ഈറോസ്, കാമം. അവളെ സ്വന്തമാക്കണമെന്നുള്ള നമ്മുടെ ഇച്ഛ, അത് ഇച്ഛയിലും മുൻകൂട്ടി ഉണ്ടായിരുന്നതല്ല എന്ന് പറഞ്ഞാൽ അവരത് സ്വഭാവത്തിൻ്റെ ഭാഗമാക്കിയിട്ടാണ് അതിനെ മനസ്സിലാക്കിയത്. ഇനി പ്ലാറ്റോ തുടരുകയാണ്. എന്തുകൊണ്ടാണ് ഈ ആകർഷണം മനുഷ്യനുണ്ടായത് എന്നതാണ് പ്ലാറ്റോയ്ക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഇന്നും അറിയേണ്ടത്. എന്തുകൊണ്ടാണ് ഒരു സ്ത്രീയെ കാണുമ്പോൾ പുരുഷനും പുരുഷനെ കാണുമ്പോൾ സ്ത്രീക്കും അവനെ സ്വന്തമാക്കണം, അവളെ സ്വന്തമാക്കണം എന്ന ഒരു വികാരം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? ഇതിനെ വിശദീകരിക്കാൻ വേണ്ടി പ്ലാറ്റോ ഉണ്ടാക്കിയ ഒരു ധാരണ ഇതാണ്. ആദ്യകാലത്ത് ഇപ്പോഴുള്ള മനുഷ്യന് മുമ്പ് വേറൊരു തരം മനുഷ്യനുണ്ടായിരുന്നത്രേ. ആ മനുഷ്യൻ്റെ സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അവന് രണ്ട് മുഖമാണുള്ളത്. അപ്പം മുമ്പിൽ രണ്ട് കണ്ണ്, പിന്നിൽ രണ്ട് കണ്ണ്. മുമ്പിലൊരു വായ, പിന്നിലൊരു വായ. മുമ്പിലൊരു മൂക്ക്, പിന്നിലൊരു മൂക്ക്. രണ്ട് ചെവിക്ക് പകരം നാല് ചെവി. രണ്ട് കൈയിന് പകരം നാല് കൈ. രണ്ട് കാലിന് പകരം നാല് കാല്. അപ്പം അവന് മുന്നോട്ടും പോകാം
പിന്നോട്ടും പോകാം. അത്ര ശക്തിമാനായിരുന്നു ഈ മനുഷ്യൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവങ്ങൾക്ക് മനുഷ്യൻ്റെ ശക്തി കണ്ട് അസൂയ തോന്നി. അങ്ങനെ ദൈവം ഈ മനുഷ്യനെ നെടുകെ പിളർന്നു. നെടുകെ പിളർന്നപ്പോൾ എന്തായി മാറി? 2 കൈയും 2 കാലും ഒരു മുഖവും 2 കണ്ണും വായും മൂക്കുള്ള ഒരു മനുഷ്യനായിട്ട് മാറി. ഇങ്ങനെ നെടുകെ പിളർന്നവരിൽ 3 തരം ആൾക്കാരുണ്ടായിരുന്നു. ആ 3 തരം ആൾക്കാരെ പിളർന്നപ്പോൾ 3 രീതിയിലാണ് വന്നത്. ഇങ്ങനെ 2 മുഖവും 4 കാലും 4 കൈയുള്ള ഒരുത്തനെ നെടുകെ പിളർന്നപ്പോൾ ആണിനെ പിളർന്നപ്പോൾ 2 ആണുങ്ങളുണ്ടായി. പെണ്ണിനെ പിളർന്നപ്പോൾ 2 പെണ്ണുങ്ങളുണ്ടായി. ഹെർമോഫ്രോഡൈറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ട് അർദ്ധനാരീശ്വരൻ. സ്ത്രീയും പുരുഷനും ചേർന്നവനെ പിളർന്നപ്പോൾ സ്ത്രീയായി പുരുഷനായി. അപ്പൊ ഇങ്ങനെ പിളർക്കപ്പെട്ടവർക്ക് തങ്ങൾ ഏതിൽ നിന്നാണോ പിളർക്കപ്പെട്ടത് അതിനെ തേടിയുള്ള യാത്രയാണ് കാമം എന്ന് പ്ലാറ്റോ നിർവചിക്കുകയാണ്. അപ്പോൾ 4 കൈയും 4 കാലും 2 തലയുമുള്ള മനുഷ്യനെ പുരുഷനെ വിഭജിച്ചപ്പോൾ 2 പുരുഷന്മാരായി. അത്തരം പുരുഷന്മാർ ലോകത്തിൽ ഉണ്ടെങ്കിൽ ആ പുരുഷന്മാർക്ക് ആണുങ്ങളെ അന്വേഷിച്ച് നടക്കും. 4 കൈയും 4 കാലും 2 തലയുമുള്ള സ്ത്രീകളെ വിഭജിച്ചിട്ട് 2 സ്ത്രീകളായിട്ടുണ്ടെങ്കിൽ അവര് 2 പേരും സ്ത്രീകളെ അന്വേഷിച്ച് നടക്കും. അങ്ങനെയാണ് ലെസ്ബിയൻ ഉണ്ടായത്. 2 പുരുഷന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിക്കപ്പെട്ടതാണ് അവര് ഗേ ആയിട്ട് മാറിയത്. ഇനി എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന സ്വാഭാവിക ജീവിതം എങ്ങനെ ഉണ്ടായത്? ആണും പെണ്ണും കൂടിയ ഹെർമോഫ്രോഡൈറ്റ്സിനെ പിളർന്നപ്പോൾ ആ പെയറിലെയാണ് നമ്മളെങ്കിൽ നമ്മൾ ചേരുമ്പോൾ നമ്മളെപ്പോഴും പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനെയും അന്വേഷിച്ച് നടക്കുകയാണ്. ഇങ്ങനെയാണ് ലോകത്തിൽ 3 തരത്തിലുള്ള ലൈംഗിക പെരുമാറ്റമുണ്ടായതെന്നാണ് പ്ലാറ്റോ സിമ്പോസിയത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ഈ വിവരണത്തിൽ നിന്ന് പ്ലാറ്റോയുടെ ഡെറിവേഷൻ ഇതാണ്: ഗേ, ലെസ്ബിയൻ, നോർമൽ, ബൈസെക്ഷൽ എന്ന് പറയുന്നത് 3ഉം സ്വാഭാവികമാണ്. അത് ദൈവത്തിൻ്റെ സൃഷ്ടിയിലുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇന്നും യൂറോപ്പിനെ കീഴടക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ തിയററ്റിക്കൽ മോഡൽ വെച്ചിട്ടാണ് ഇപ്പോഴും യൂറോപ്പ് മുന്നോട്ട് പോകുന്നത്. ഈ യൂറോപ്യൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ഒരു ആ പ്രാക്ടീസിലെ ശരി തെറ്റുകൾ നോക്കിക്കൊണ്ട് അവർ പിന്തുടരില്ല. ആ പ്രാക്ടീസിനെ പിന്തുടരണമെങ്കിൽ ഒപ്പം അവർക്കൊരു സിദ്ധാന്തം ഉണ്ടാവണം. അവ സിദ്ധാന്തവും പ്രയോഗവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഈ പ്രക്രിയയിൽ അത് പ്ലാറ്റോയിഡിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആധുനിക കാലത്ത് ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടാകും. ഇത് നാച്ചുറൽ ആണെന്ന് പ്ലാറ്റോയ്ക്ക് ശേഷം യൂറോപ്യൻ ലോകത്ത് രണ്ടാമത് പറഞ്ഞത് ജീൻ പോൾ സാർത്രിൻ്റെ സഹകാരിയായിട്ട് ജീവിച്ച സിമോൺ ദി ബിവിയർ, ആളുടെ ആ പെണ്ണിൻ്റെ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ പേരാണ് ദ സെക്കൻഡ് സെക്സ്. അപ്പോൾ പ്ലാറ്റോയ്ക്ക് ശേഷം പിന്നീട് ഉണ്ടായിട്ടുള്ള ഒരു വിശദീകരണം കാണുന്നത് ദി സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. അതിലെ ആ സഹോദരി വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ആ സഹോദരി പറയുന്നത് മനുഷ്യൻ ജനിക്കുമ്പോൾ മെയിലും ഫീമെയിലാണ്, പക്ഷെ മാനും വുമണും ആകുന്നത് അത് മനുഷ്യൻ്റെ സാംസ്കാരിക സാഹചര്യം ഒരുക്കുന്നതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സാംസ്കാരിക അത് ഒരുക്കുന്നത് മാത്രമല്ല, അത് തെരഞ്ഞെടുപ്പ് കൂടിയാണ്.
അപ്പൊ സാർട്രിന്റെ എക്സിസ്റ്റൻഷ്യലിസത്തിന്റെ പ്രത്യേകത തന്നെ ഇതാണ്. അതിനെക്കുറിച്ച് ഞാൻ മുൻപ് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. പ്രത്യേകത ഇതാണ്: മനുഷ്യന്റെ ഉള്ളില് വേറെ എഴുത്തുകളൊന്നുമില്ല. മനുഷ്യന്റെ ഉള്ളിൽ ശൂന്യാണ്. ഞാൻ ആരാണെന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ തന്നെയാണ്. അപ്പൊ എന്നെ പ്രകൃതി പുരുഷനായിട്ട് സൃഷ്ടിച്ചു. പക്ഷേ ഞാൻ ഒരു സ്ത്രീയെ പോലെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതെൻ്റെ ചോയ്സാണ്, അതെൻ്റെ ലിബർട്ടിയാണ്. അപ്പോൾ ഫ്രീഡത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ സംവിധാനമാണ് ഇവിടെ എങ്കിൽ സ്ത്രീക്ക് പുരുഷനായിട്ട് ജീവിക്കാനും പുരുഷന് സ്ത്രീയായിട്ട് ജീവിക്കാനും സാധിക്കണം. അപ്പം ആ പ്രമേയം അനുസരിച്ച് സെക്സും ജെൻഡറും രണ്ടാണ്. സെക്സ് ജന്മന ഉള്ളതാണ്, ജെൻഡർ തിരഞ്ഞെടുപ്പാണ്. അങ്ങനെയാണ് സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന ബുക്ക് യൂറോപ്പിൽ ഈ നിലവിലുള്ള ഗേ, ലെസ്ബിയൻ, ബൈസെക്ഷൽ സംവിധാനങ്ങളിൽ ഗേക്കും ലെസ്ബിയനും സ്വാഭാവിക രതിയുടെ തുല്യ പ്രാധാന്യം കൊടുക്കണം എന്ന രീതിയിലുള്ള ഒരു ചിന്ത ഉണ്ടായതും അതിലേക്ക് യൂറോപ്യൻ സമൂഹം പതുക്കെ പോയി അതിനെ ചോദ്യം ചെയ്യാൻ ഇന്നും ഒരു സൈദ്ധാന്തിക മാതൃക മറ്റൊരെണ്ണം വികസിപ്പിക്കാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല. കത്തോലിക്കരും മുസ്ലിമുകളും ഒറ്റ വാക്കിൽ പറയുന്നുണ്ട്, സ്വർഗരതി തെറ്റാണ്. സ്വാഭാവിക രതി, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം മാത്രമാണ് ശരിയായ സ്വാഭാവിക രീതി. അതിലെ മുസ്ലിമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാത്തലിക് ചർച്ച് പറയുന്നുണ്ട്, ആ സ്വാഭാവിക രീതി തന്നെ ഡൈവോഴ്സ് ചെയ്യാനും പാടില്ല, ഒരു സ്ത്രീയുമായിട്ട് ജീവിതാവസാനം വരെ മുന്നോട്ട് പോകണം എന്നതാണ് കാത്തലിക് ചർച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് പോകാം. പക്ഷെ ഒരിക്കലും ഈ കാത്തലിക് ചർച്ചോ മുസ്ലിം വിഭാഗമോ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് പ്ലാറ്റോയുടെ സിമ്പോസിയത്തിലോ സിമോൺ ഡി ബിവറിന്റെ സെക്കൻഡ് സെക്സിലോ പറയുന്ന രീതിയിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഒരു വിശകലനം, ഒരു സൈദ്ധാന്തിക മാതൃക നൽകാൻ തയ്യാറാകുന്നില്ല. ഈ സൈദ്ധാന്തിക മാതൃക ഇതിന് ബദലായിട്ട് അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായിരിക്കണം ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ, അതായത് ചരിത്രത്തിലും ജീവിതത്തിലും കാണുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നതിൻ്റെ ഒരു വ്യാഖ്യാനം നൽകാനായിട്ട് നമുക്ക് കഴിയണം. ആ വ്യാഖ്യാനം നൽകാൻ കഴിയുമ്പോഴാണ് മുൻപുള്ള തിസീസുകൾ തെറ്റാണെന്ന് ഒരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റൂ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് സ്വവർഗരതിയും സ്വാഭാവിക രതിയും ഒരുമിച്ച് നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ ജീവിതത്തിൽ ഇത് കാണുന്നത് എന്തുകൊണ്ടാണ് സ്വാഭാവിക രതി മാത്രമാണ് ശരി, മറ്റേതിനെ സ്വാഭാവിക രതിയുടെ തുല്യമായിട്ട് കാണരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇതിനെക്കുറിച്ച് പറയണമെങ്കിൽ മനുഷ്യനെ കുറിച്ചുള്ള ഈ പ്ലാറ്റോയും മറ്റു ചിന്തകരും പറഞ്ഞിട്ടുള്ള ചില അടിസ്ഥാന അസംഷനിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ശരിയാണ്, അവൻ മെയിലും ഫീമെയിലായിട്ട് മാത്രമല്ല അവൻ ജനിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഇന്ത്യൻ സംവിധാനം അനുസരിച്ച് ഇന്ത്യക്കാരെ ദൈവത്തെ കാണുന്നത് പോലും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ എന്ന നിലയിലാണ്. അത് ചൈനീസ് സംസ്കാരം എടുത്താൽ സ്ത്രീയും പുരുഷനും കൂടി ചേർന്ന കുടുംബമാണ് ചൈനീസ് സംസ്കാരത്തിൻ്റെ അടിത്തറ. ഇന്ത്യൻ സംസ്കാരം എടുത്താൽ രാമനും സീതയും എന്ന കുടുംബമാണ് സംസ്കാരത്തിൻ്റെ അടിത്തറ. ഇനി നമ്മൾ വെസ്റ്റേൺ സംസ്കാരത്തിലേക്ക് പോകുന്നതിന് മുൻപ് വെസ്റ്റേഷ്യൻ ജൂയിഷ് സംസ്കാരം എടുത്താൽ അവരുടെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഭാര്യയും ഭർത്താവുമാണ്, സ്ത്രീയും പുരുഷനുമാണ് അവരുടെ സംസ്കാരത്തിൻ്റെ അടിത്തറ.
ഈ ജൂയിഷ് സംസ്കാരത്തിൻ്റെ അടിത്തറയായ കുടുംബമാണ് യൂറോപ്പിലെ കത്തോലിക്ക സഭ അടിസ്ഥാനപരമായിട്ട് സ്വീകരിച്ചത്. അങ്ങനെയാണ് അവിടെ യൂറോപ്പിൻ്റെ അടിത്തറയിൽ മോണോഗമി എന്ന് പറയുന്നത് ഒരടിസ്ഥാനം ഇട്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ചൈനീസ് സംസ്കാരമായാലും ഇന്ത്യൻ സംസ്കാരമായാലും ജൂയിഷ് സംസ്കാരമായാലും യൂറോപ്യൻ സംസ്കാരമായാലും അടിത്തട്ടിൽ കിടക്കുന്നത് സ്ത്രീയും പുരുഷനും ചേർന്നതാണ് ദൈവം, സ്ത്രീയും പുരുഷനും ചേർന്നതാണ് മനുഷ്യൻ. അപ്പൊ സ്ത്രീനും പുരുഷനും ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് അർദ്ധനാരീശ്വര സങ്കല്പം കാണിച്ചു തരുന്നത്. ഇന്ത്യക്കാർക്ക് ദൈവം തന്നെ സ്ത്രീയും പുരുഷനും ചേർന്നതാണ്. ഉൽപ്പത്തി പുസ്തകത്തെയും അങ്ങനെ വ്യാഖ്യാനിക്കാം. എങ്ങനെ? ദൈവം സ്വന്തം ഛായയിൽ പുരുഷനെ സൃഷ്ടിച്ചു, സ്വന്തം ഛായയിൽ തന്നെ സ്ത്രീയെയും സൃഷ്ടിച്ചു. അപ്പോൾ ഈ ഒരു അടിത്തറയിൽ സ്ത്രീയും പുരുഷനും എന്ന് പറയുന്നത് രണ്ടാളല്ല, ഒരാൾ തന്നെ. അപ്പോൾ പ്ലാറ്റോ പറയുന്നുണ്ട് മനുഷ്യരില് ഹെർമോഫ്രോഡൈറ്റ് ഉണ്ടെന്ന്. സ്ത്രീയും പുരുഷനും ചേർന്നതിനെയാണ് ഹെർമോഫ്രോഡൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി അമ്മയുടെ അപ്പനിൽ നിന്ന് ജനിച്ചു വരുമ്പോൾ അവൻ സ്ത്രീയാണോ പുരുഷനാണോ? സെക്കൻഡ് സെക്സിൽ പറയുന്ന ആർഗ്യുമെന്റ് ഞാൻ സ്വീകരിക്കുകയാണ്. അതെങ്ങനെ സ്വീകരിക്കണം? പുരുഷനായിട്ട് ജനിച്ചാലും സ്ത്രീയായിട്ട് ജനിച്ചാലും അവൻ പുരുഷനും സ്ത്രീയുമാണ്. ഈ പുരുഷന്റെയും സ്ത്രീയുടെയും സ്വഭാവം സ്ത്രീയിലുമുണ്ട്, പുരുഷനിലുമുണ്ട്. അങ്ങനെയുള്ള ഒരു അടിത്തറയിൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങളെ വിശദീകരിക്കാൻ കഴിയുള്ളൂ. അപ്പം മനുഷ്യനിലെ ഫസ്റ്റ് അസംഷൻ ഇതാണ്: ഒരു മനുഷ്യൻ ജനിച്ചു വരുമ്പോൾ അവൻ സ്ത്രീ ആയാലും പുരുഷനായാലും അർദ്ധനാരീശ്വരനാണ്. അപ്പോൾ ഒരു മനുഷ്യൻ സ്ത്രീ ആയാലും പുരുഷനായാലും സ്ത്രീയില് പുരുഷത്വമുണ്ട്, സ്ത്രീത്വമുണ്ട്. പുരുഷനില് പുരുഷത്വമുണ്ട്, സ്ത്രീത്വമുണ്ട്. ഇനി അവരെങ്ങനെയാണ് അവൻ്റെ ശരീരത്തിനനുസരിച്ച് തന്നെ അവൻ്റെ ജെൻഡർ, അവൻ്റെ സെക്കൻഡ് സെക്സ് എങ്ങനെ രൂപപ്പെടുന്നു? ഇതാണ് നിർണായകമായിട്ടുള്ള കാര്യം. കാരണം ഞാൻ എന്ന് പറയുന്ന പുരുഷൻ, അതായത് മെയിലായിട്ട് ഞാൻ ജനിച്ചു, എന്നിലെ പുരുഷത്വം എങ്ങനെ വലുതാകും? എന്നിലെ സ്ത്രീത്വം എങ്ങനെ വലുതാകും? ഇതിൻ്റെ ഒരു ബാലൻസ് വരുമ്പോഴാണ് ഒരുവൻ പുരുഷനായിട്ട് മാറുന്നത്. അത് ഹ്യൂമൻ പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ള ആധുനിക പഠനങ്ങൾ പറയുന്നത് മനുഷ്യനുള്ളത് റിലേഷണൽ ഐഡന്റിറ്റി ആണെന്നാണ്. എന്ന് പറഞ്ഞാൽ മറ്റു മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മനുഷ്യന്റെ വ്യക്തിത്വം തന്നെ വളർന്നു വരുന്നത്. അപ്പം ഞാനൊരു പുരുഷനാണെങ്കിൽ എന്നിലെ പുരുഷത്വം വളർന്നു വരണമെങ്കിൽ ഞാൻ ആരായിട്ട് ബന്ധപ്പെടണം? ഒരു സ്ത്രീയായിട്ട് ബന്ധപ്പെടണം. എന്നിലെ സ്ത്രീത്വം വളർന്നു വരണമെങ്കിൽ ഞാൻ ആരായിട്ട് ഡെവലപ്പ് ചെയ്യണം? ഞാൻ ഒരു പുരുഷനുമായിട്ട് ബന്ധപ്പെടണം. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സെക്കൻഡ് സെക്സ് ആർഗ്യുമെന്റിൽ പറയുന്നത് പോലെ മനുഷ്യൻ ജനിക്കുമ്പോൾ സ്ത്രീയും പുരുഷനായിട്ട് ജനിക്കുന്നു. ഓക്കെ, മെയിൽ ആൻഡ് ഫീമെയിൽ. രണ്ടാമത്തെ ആർഗ്യുമെന്റ് ഇതാണ്: മനുഷ്യനിൽ പുരുഷനായാലും സ്ത്രീ ആയാലും സ്ത്രീത്വവുമുണ്ട്, പുരുഷത്വവുമുണ്ട്. മൂന്നാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഞാൻ എന്ന പുരുഷനിലെ പുരുഷത്വം വലുതാകുക ഞാൻ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ്. എന്നിലെ സ്ത്രീത്വം വലുതാവുക ഞാൻ ഒരു പുരുഷനുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ്. ആരാണ് ഞാൻ കാണുന്ന ആദ്യത്തെ പുരുഷൻ? ഞാൻ കാണുന്ന ആദ്യത്തെ സ്ത്രീ? ഞാൻ കാണുന്ന ആദ്യത്തെ സ്ത്രീ അമ്മയാണ്. അപ്പൊ അമ്മയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടാണ്, അമ്മയുമായിട്ടുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉള്ളവരിൽ മാത്രമാണ് ഒരു മെയിൽ എന്നുള്ളത് മാനായിട്ട് മാറുക. അപ്പനുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ മാത്രമേ എന്നില്
ഫീമെയിലിൻ്റേതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുള്ളൂ. മറ്റൊരു വിധത്തിൽ മാതാപിതാക്കളുമായുള്ള സുതാര്യമായതും ആരോഗ്യപ്രദവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ എന്നിലെ സ്ത്രീത്വവും പുരുഷത്വവും ബാലൻസ്ഡ് ആയിട്ട് വലുതായി എൻ്റെ സെക്കൻഡ് സെക്സ്, എൻ്റെ ജനിക്കുമ്പോഴുള്ള സെക്സ് മെയിലാണെങ്കിൽ എൻ്റെ വളർന്നു കഴിഞ്ഞതിനുള്ള സെക്സ് മാനായിട്ട് മാറുള്ളൂ, പുരുഷനായിട്ട് മാറുള്ളൂ. അപ്പോൾ സെക്കൻഡ് സെക്സ് എന്ന ബുക്കിൽ ആർഗ്യൂ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം പൂർണ്ണതയിലെത്തുന്നത്. അപ്പോൾ ഒരു സ്ത്രീയിലെ സ്ത്രീത്വം വലുതാവണമെങ്കിൽ അവൾക്ക് അപ്പനായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവണം. അവളിലെ പുരുഷത്വം വലുതാകണം. അത് വലുതാകണമെങ്കിൽ അവൾക്ക് അമ്മയായിട്ട് നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കണം. ചില പുരാണ കഥകൾ വായിക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ച ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. ഇപ്പൊ രാമായണം വായിക്കുമ്പോൾ രാവണൻ എന്തുകൊണ്ട് മോശം സ്വഭാവമുള്ള ബലാത്സംഗിയായിട്ട് മാറി? രാവണന് കാണുന്ന പെണ്ണുങ്ങളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോകണം, അവന് കാണുന്നതൊക്കെ സ്വന്തമാക്കണം. എത്ര പൊസസ് ചെയ്താലും മതി വരാത്ത ഒരാളായിട്ട് അവൻ മാറിയത് എന്താണ്? രാവണന് വേറെ ചേട്ടനുണ്ട്, അവൻ നല്ല മനുഷ്യന്. അതിൻ്റെ കാരണം രാവണന് സ്വന്തം അച്ഛനെ വെറുപ്പാണ്. അച്ഛൻ എനിക്കൊന്നും നൽകിയില്ല, നൽകിയത് മുഴുവൻ ചേട്ടനാണ് എന്ന ആരോപണത്തിൻ്റെ പ്രതീകമാണ് രാവണൻ. ഇതിന് സമാന്തരമാണ് ബൈബിൾ നരേഷനിൽ കാണുന്ന കായൻ. അത് അച്ഛനെയല്ല പറയുന്നത്, ദൈവം എന്നെയല്ല സ്നേഹിച്ചത്, അവനെയാണ് സ്നേഹിച്ചതെന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പാരൻസുമായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് വ്യക്തിത്വം വളരുക എന്ന സൂചന അവിടെയുണ്ട്. ഇനി ഗ്രീക്ക് മിത്തോളജി പരിശോധിച്ചാൽ അവിടെയും കാണാം. ഗ്രീക്ക് മിത്തോളജിയിലെ 2 കഥാപാത്രങ്ങളാണ്. ഒന്ന് ഈഡിപ്പസ് രാജാവ്, 2 ഇലക്ട്ര. അതിനെയാണ് പിന്നീട് ഫ്രോയിഡ് മനഃശാസ്ത്ര വിശകലനത്തിൻ്റെ അടിത്തറയായിട്ട് മാറ്റിയത്. പക്ഷെ അവിടെ ഫ്രോയിഡ് 2 ക്യാരക്ടേഴ്സിനെ മാത്രമേ കണ്ടുള്ളൂ. എന്താണ് 2 ക്യാരക്ടേഴ്സ്? ഫ്രോയിഡിന് സെക്ഷലായിട്ട് മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഫ്രോയിഡ് എഴുതി വെച്ചു, പുരുഷന്മാർ സ്വാഭാവികമായിട്ട് അമ്മയുമായിട്ടാണ് കൂടുതൽ അടുക്കുന്നത്. പെൺകുട്ടികൾ അത് മെയിലിൻ്റെ ക്യാരക്ടറാണ്. ഫീമെയിൽ കുട്ടികൾ അപ്പനുമായിട്ടാണ് അടുക്കുന്നത്. അങ്ങനെ മെയിൽ കുട്ടികൾ അമ്മയുമായിട്ട് അടുത്തതിന് ശേഷം അവർ സ്വപ്നത്തിലൂടെ അമ്മയുമായി സെക്സ് നടത്തുന്നത് സ്വപ്നം കാണുന്നു. അതിനെയാണ് ആള് ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് എഴുതി വെച്ചത്. അപ്പോൾ 2 തരം ആളുകളായിട്ടാണ് ഫ്രോയിഡ് തരംതിരിച്ചത്, ഈഡിപ്പസും ഇലക്ട്രയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഈഡിപ്പസും ഇലക്ട്രയും എന്നത് ഫ്രോയിഡിൻ്റെ നിലപാട് ശരിയാണ്. കാരണം മാതാപിതാക്കളായിട്ടുള്ള ബന്ധത്തിലൂടെയാണ് കുട്ടി വളരുന്നത്. അത് പരിശോധിച്ചാൽ മാത്രമേ ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി മനസ്സിലാവുള്ളൂ എന്ന ഫ്രോയിഡിൻ്റെ ആർഗ്യുമെൻ്റ് കൃത്യമാണ്. ഇവിടെ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം ഇതാണ്, മറ്റൊന്നുമില്ല. ഞാൻ എന്ന് പറയുന്ന പുരുഷൻ എൻ്റെ അപ്പനായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അമ്മയായിട്ട് മാത്രമേ ബന്ധമുള്ളൂവെങ്കിൽ എന്നിൽ മെയിൽ ഹോർമോൺ, മെയിൽ സ്വഭാവം മാത്രമേ വലുതായി വരുള്ളൂ. ആ മെയിൽ സ്വഭാവം മാത്രമായിട്ട് വലുതായാലും ഞാനൊരു വുമണൈസറായിട്ട് മാറും. അത് ഒറിജിനൽ സെക്സ് അല്ല. എനിക്ക് ഒരു പെണ്ണിനെ വേണം, അത് കഴിഞ്ഞാൽ വേറെ പെണ്ണിനെ വേണം, അത് കഴിഞ്ഞാൽ വേറെ പെണ്ണിന് വേണം. അങ്ങനെ ഞാൻ സെക്സിൽ തുടർന്നു പോകുന്ന ഒന്നാമത്തെ പേഴ്സണാലിറ്റി ഇഡിപ്പസ് പേഴ്സണാലിറ്റി. എന്നാൽ ഫ്രോയിഡ് പറഞ്ഞത് പൂർണ്ണമായിട്ട് ശരിയല്ല.
അമ്മയെ സ്നേഹിക്കാത്ത, അപ്പനെ മാത്രം സ്നേഹിക്കുന്ന പുരുഷന്മാരുണ്ട് ഈ ലോകത്തിൽ. അങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റെ അപ്പനെ മാത്രമേ സ്നേഹിക്കുന്നുള്ളൂ എങ്കിൽ എന്നില് പെണ്ണത്തം മാത്രമേ വലുതാവുള്ളൂ, ആണത്തം വലുതാവില്ലേ? അപ്പൊ ഞാൻ സബ്മിസീവ് ആവും. ഞാൻ സ്വാഭാവികമായിട്ട് ഏത് സെക്സിലേക്ക് പോകും. എനിക്ക് സ്ത്രീയെ കാണുന്നത് തന്നെ ഇഷ്ടമുണ്ടാവില്ല. സ്ത്രീയെ കാണുന്നത് ഇഷ്ടമില്ലാതായ പുരുഷന്മാരായിട്ട് മാത്രമാവും എൻ്റെ കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ടിലും മാത്രം എനിക്ക് സന്തോഷം തോന്നും. അപ്പൊ എന്തുകൊണ്ട് ഒരുവൻ ഗേ ആയി പോകുന്നു, ഒരു പുരുഷൻ ഗേ ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവനിലെ പുരുഷത്വം വലുതാകാതെ സ്ത്രീത്വം മാത്രം വലുതായി. അവൻ്റെ ബോഡി ലാംഗ്വേജ് പോലും നമ്മൾ ചാന്തുപൊട്ട് എന്ന് പറയുന്ന സിനിമയിൽ കാണുന്ന ആ ദിലീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പോലെ ആയിത്തീരും. അപ്പോൾ അത് ജന്മന ഉണ്ടാകുന്നതല്ല, റിലേഷണൽ പ്രോബ്ലത്തിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്തരം പ്രശ്നങ്ങളെ നോർമലാണെന്ന് പറയുകയല്ല വേണ്ടത്, അത് പാത്തോളജിക്കലാണ്. അത് ശരീരശാസ്ത്രപരമായി മനുഷ്യന്റെ വളർച്ചയിലുണ്ടാകുന്ന അബറേഷൻസ് ആണ്. അതിനെ തിരുത്തുകയാണ് വേണ്ടത് എന്നതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രമേയം. ഇനി ഒരു സ്ത്രീ എങ്ങനെയാണ് സ്ത്രീകളെ മാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് മാറുന്നത്? അത് ചിലരുടെ സ്വഭാവത്തിൽ അങ്ങനെയാണ്. അവർ സ്ത്രീകളോട് മാത്രമേ വർത്തമാനം പറയുള്ളൂ. പുരുഷന്മാരോട് വർത്തമാനം പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും. പുരുഷന്മാരെ കംപ്ലീറ്റ് അവർക്ക് വെറുപ്പാണ്. ഫ്രോയിഡ് കണ്ടത് എല്ലാ പെൺകുട്ടികൾക്കും അപ്പനായിട്ട് ഇഷ്ടമാണെന്നാണ്. പച്ചക്കള്ളമാണത്, പച്ചക്കള്ളം. അത് ചില പെണ്ണുങ്ങൾക്ക് അപ്പനെ ഭയങ്കര വെറുപ്പാണ്. അപ്പനെ വെറുക്കുന്ന പെൺകുട്ടികളിൽ സ്ത്രീത്വം വലുതായി വരില്ലേ, അവരിൽ ആണത്തം മാത്രമേ വലുതായി വരുള്ളൂ. അപ്പൊ അവരിൽ രൂപം കൊള്ളുന്ന സെക്കൻഡ് സെക്സ്, അവരുടെ ബയോളജിക്കൽ സെക്സും അവരിൽ രൂപപ്പെടുന്ന സെക്സും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അവർ മെയിൽ ക്യാരക്ടറിസ്റ്റിക്കേ കാണിക്കുള്ളൂ. അവർ ഡോമിനൻ്റ് ആയിരിക്കും. അവർക്ക് വേറെ ഒരു മെയിലിൻ്റെ കീഴിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അവർക്ക് ഫീമെയിലിൻ്റെ കീഴിൽ ഒപ്പം ജീവിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണ് ലെസ്ബിയൻ രൂപം കൊള്ളുന്നതെന്നാണ് എൻ്റെ ഈ അടിസ്ഥാന അസംഷൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ 4 തരം ആൾക്കാരെ കാണാമെന്ന്. ഒന്ന്, പുരുഷൻ അപ്പനെ വെറുക്കുന്ന പുരുഷൻ. ആ അപ്പനെ വെറുക്കുന്ന പുരുഷനാണെങ്കിൽ അവനിൽ സ്ത്രീത്വം ഉണ്ടാവില്ല. സ്ത്രീത്വം ഇല്ലാത്ത പുരുഷത്വം മാത്രമേ ഉണ്ടാവുള്ളൂ. സ്ത്രീത്വം ഇല്ലാത്ത പുരുഷനാണെങ്കിൽ അവൻ ഏത് പെണ്ണിൻ്റെ പിന്നാലെ പോകാനും അവൻ തയ്യാറാണ്. അവൻ ഒരു വുമണൈസറാണ്. അപ്പൊ ആ രീതിയിൽ മാറിപ്പോകുന്നത് അതാണ്. 2, അപ്പനെ സ്നേഹിക്കുകയും അമ്മയെ വെറുക്കുകയും ചെയ്യുന്ന പുരുഷന്മാർ, അവരിലെ സ്ത്രീത്വം മാത്രമേ വലുതാവുള്ളൂ. അവരുടെ ബോഡി ലാംഗ്വേജ് പോലും പെണ്ണുങ്ങളുടെ ആയിരിക്കും. ഇപ്പൊ തൃശ്ശൂർ പട്ടണത്തിലെ പൂരപ്പറമ്പിലുള്ള വാട്ടർ ടാങ്കിന് പഴയ കാലത്ത് ഒരു ചീത്തപ്പേരുണ്ടായിരുന്നു. ആ ചീത്തപ്പേര് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളുടെ സ്വഭാവമുള്ള ആൾക്കാരാണ് അവിടെ വരിക. അത്തരം ആണുങ്ങളുമായിട്ടുള്ള സെക്സ് നടത്താനുള്ള കേന്ദ്രമായിട്ടാണ് പൂരപ്പറമ്പിൽ വെള്ളം ടാങ്കിൻ്റെ അവിടേക്ക് പോക്കട എന്ന് പറഞ്ഞാലുള്ള പ്രയോഗത്തിൻ്റെ അർത്ഥം. അപ്പൊ ഇതിൻ്റെ വേര് വരുന്നത് റിലേഷൻഷിപ്പിൽ നിന്നാണ്. അപ്പൊ അമ്മയെ വെറുക്കുന്ന പുരുഷൻ, അപ്പനെ വെറുക്കുന്ന സ്ത്രീ എന്നീ 2 കാറ്റഗറികൾ ഫ്രോയിഡ് കണ്ടിട്ടില്ല.
അത് ഫ്രോയിഡിൻ്റെ മയോപ്പിയാണ്. പക്ഷെ മറ്റേത് രണ്ടും ഫ്രോയിഡിൻ്റെ ഒബ്സർവേഷൻ കറക്റ്റാണ്. നേരെ തിരിച്ചു വരാം. അപ്പോൾ ഏതാണ് ഒരു ബാലൻസ്ഡ് പേഴ്സണാലിറ്റിയിൽ വരണമെങ്കിൽ, അതായത് ഏകഭാരിത്വത്തിൽ ജീവിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയിൽ വരണമെങ്കിൽ പുരുഷനിലും സ്ത്രീയിലും ആരുണ്ടാവണം? പുരുഷത്വവും സ്ത്രീത്വവുമുള്ള പുരുഷനായിരിക്കണം, പുരുഷത്വവും സ്ത്രീത്വമുള്ള സ്ത്രീ ആയിരിക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള ബാലൻസ്ഡ് പേഴ്സണാലിറ്റീസ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ മാതാവിനും പിതാവിനും പൂർണ്ണമായി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് മാത്രമേ നോർമൽ സെക്ഷുവാലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന സ്ത്രീയും പുരുഷനും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അവരുടെ ശരീരം പുരുഷൻ്റേതായിരിക്കും, മനസ്സ് സ്ത്രീയുടേതായിരിക്കും. ശരീരം സ്ത്രീയുടേതായിരിക്കും, മനസ്സ് പുരുഷൻ്റേതായിരിക്കും. അപ്പോൾ ശരീരവും മനസ്സും തമ്മിലുള്ള ഈ വൈരുദ്ധ്യത്തിന് രോഗാവസ്ഥയായി കണക്കാക്കി ചികിത്സിക്കണം എന്നതാണ് കാത്തലിക് ചർച്ചിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം. മാത്രമല്ല, ഇത്തരം അവസ്ഥകളെ നോർമൽസിയിൽ നിന്നുള്ള അകൽച്ചകളായിട്ട് കാണും. അവരെ അതിനനുസരിച്ച് ചികിത്സിക്കാനും അവരെ സ്വാഭാവിക ജീവിത രീതിയിലേക്ക് കൊണ്ടുവരാനും ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അവരുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തെ സുതാര്യമാക്കാനും അതിൽ അകൽച്ചകൾ ഉണ്ടെങ്കിൽ അതിനെ ആ അകൽച്ചയെ കൂട്ടിയോജിപ്പിക്കാനുമാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ടായിരിക്കണം ഒരു പക്ഷേ 10 കൽപ്പനകൾ ഡിസൈൻ ചെയ്തപ്പോൾ 3 കൽപ്പനകൾ ദൈവത്തെ സംബന്ധിച്ചും 6 കൽപ്പനകൾ സമൂഹത്തെ സംബന്ധിച്ചുള്ളതാണ്. അതിൻ്റെ നടുവിൽ വെച്ച കൽപ്പന ഇതാണ്: നീ നിൻ്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. അപ്പോൾ അവർ നല്ലവനാണെങ്കിലും ചീത്തയാണെങ്കിലും അവരെ സ്നേഹിക്കുന്നതിലൂടെ മാത്രമേ പുരുഷത്വവും സ്ത്രീത്വവും ശരീരത്തിൻ്റെ രീതിക്കനുസരിച്ച് പുരുഷത്വവും സ്ത്രീത്വവും ഡെവലപ്പ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ശരീരം ഒന്നും മനസ്സ് വേറൊന്നുമായിട്ടുള്ള വിഭജിതാവസ്ഥയിൽ കഴിയേണ്ടി വരും. ഈ വിഭജിതാവസ്ഥയിൽ കഴിയുന്നതിൻ്റെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താണ് വേണ്ടത്. അപ്പം അങ്ങനെയുള്ള ആളുകളെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഒരു ഉദാഹരണം പറഞ്ഞ് മറ്റുദാഹരണങ്ങൾ വേറൊരു എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ എന്നെക്കാട്ടിലും പ്രായമുണ്ട്. ഇപ്പം എനിക്ക് 65 വയസ്സായി, അവനൊരു 67 വയസ്സുണ്ട്. അവൻ 20 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത് ഇതാണ്: സാറേ, എനിക്കും ഭാര്യയ്ക്കും തമ്മിൽ യോജിച്ചു പോകാൻ താല്പര്യമില്ല. അതിൻ്റെ കാരണം, എനിക്ക് ഒരിക്കലും സെക്ഷൽ അവസ്ഥയെ എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഏതാ പറ്റണുള്ളൂ, എനിക്ക് ഗേ ആയിട്ട് ജീവിക്കാനേ എനിക്ക് പറ്റുള്ളൂ. അപ്പം എനിക്ക് നോർമലായിട്ട് സെക്സ് ഇല്ലാത്ത കാരണം എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമില്ല. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ എന്നെ ഉപേക്ഷിച്ച് പൊക്കോളാൻ. എന്നിട്ട് അവൻ എന്നോട് ചോദിക്കുകയാണ്, സാറ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കില്ലേ? അപ്പം സാറ് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, ഞാൻ ഭൗതികവാദിയല്ല, ഞാൻ ആത്മീയവാദിയാണ്, ഞാൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ എന്താ ചെയ്യേണ്ട അവന് വേണ്ടിയിട്ട്? ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കണോ, അതെ അവനെ വേണ്ടി നീ നശിച്ചു പോളട എന്ന് പറഞ്ഞ് ശപിക്കണോ? എനിക്ക് ചെയ്യാൻ കഴിയുന്ന 2 കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, അവന് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ അടിസ്ഥാന അർത്ഥം ഇതാണ്: അവൻ്റെ ശരീരവും അവൻ്റെ മനസ്സും ഏകീഭവിച്ച് അവൻ പുരുഷൻ്റേതായിട്ടുള്ള ശരീരം പേറുന്ന അവൻ പുരുഷൻ്റേതായിട്ടുള്ള അവൻ മനസ്സുള്ളവനായിട്ട് രൂപാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. 2, അതിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ളവല്ല പ്രവൃത്തി അവന് വേണ്ടി സഹായം ചെയ്യുക. ഞാൻ അവനോട് ചോദിച്ചു, അപ്പോൾ അങ്ങനെയുള്ള ഒരു ആഭിമുഖ്യം അവൻ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു?
വെള്ളം ടാങ്ക് എന്ന് പറയുന്ന ഒരു സിംബളിസത്തിലേക്ക് അവൻ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യപ്പെട്ടു? പ്രിയമുള്ളവരെ, അതിൻ്റെ പിറകില് ജന്മനാ ഉള്ള ഈ റിലേഷണൽ പ്രശ്നം മാത്രമല്ല, അതിൻ്റെ മുകളില് മനുഷ്യവർഗം ചെയ്തു വെച്ചിട്ടുള്ള ചില ഇടപെടലുകളുണ്ട്. എനിക്ക് അറിയാം, ഇത്തരത്തില് മാറി മാറി പോയിട്ടുള്ള പലരും വെറും ജന്മം കൊണ്ട് മാത്രം അല്ലെങ്കിൽ ജീവിത ബന്ധം കൊണ്ട് മാത്രം വഴിതെറ്റിപ്പോയവരല്ല. അവരെ ജീവിതത്തിന്റെ ചരിത്രത്തിൽ മറ്റുള്ളവരാൽ ദുരുപയോഗിക്കപ്പെട്ടവരുണ്ട്. ഞാൻ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറോട് ചോദിച്ചു, അവന്റെ സുഹൃത്താണ്, അവനെ ചെറുപ്പം മുതൽ അറിയാം. നീ ഇങ്ങനെ ഒരു ജീവിതാവസ്ഥയിൽ എത്തിച്ചേരാനായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടൊരു ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ. നീ എത്ര വയസ്സിലാണ് ആദ്യമായി സെക്സ് എന്ന അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്? അവൻ പറഞ്ഞ 6 വയസ്സിലാണ്. അപ്പൊ ഈ അനുഭവം പറയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടുന്നു വേണ്ട. ഈ 6 വയസ്സില് ആരാണ് നിനക്ക് ഈ അനുഭവം പങ്കുവെച്ച് തന്നത്? അത് 9 വയസ്സുള്ള വേറൊരു കൂട്ടുകാരനാണ്. അപ്പൊ 6 വയസ്സില് സ്വയംഭോഗം ചെയ്യാൻ പഠിച്ച ഇവൻ, അപ്പൊ അടിസ്ഥാനപരമായ ഒരു അകൽച്ച അപ്പനായിട്ട് നിലനിൽക്കുന്നുണ്ടാവും. അതെന്താ കാരണം എന്നുള്ളത് പറയാൻ പറ്റില്ല. അതാണ് പിന്നീട് വളർന്നു വരുന്നത്. അപ്പോൾ പിയർ ഗ്രൂപ്പിന്റെ ഇടയിൽ നിന്ന് തന്നെ വളരെ കൊച്ചുകുട്ടിക്കാലത്ത് അപ്പനുമായിട്ട് അകൽച്ചയുള്ളവര് ക്രമേണ ആൺകുട്ടികളുമായിട്ടുള്ള ബന്ധവും അതിലൂടെ ലൈംഗിക സുഖവും ഒരിക്കൽ അനുഭവിച്ചാൽ അവരതിൻ്റെ പിറകെ വളർന്നു വരും. ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് വരും. അപ്പൊ അവന് ശരിക്കും പറഞ്ഞാല് അവനെ അങ്ങനെ ആക്കിയതിൽ ഈ സമൂഹത്തിന് ഒരു ഉത്തരവാദിത്തമില്ലേ എന്ന് പറഞ്ഞാൽ, ഞാനടങ്ങുന്ന ഈ സമൂഹത്തിന് അവനെ അങ്ങനെ ആക്കിയെടുത്തതിൽ ഒരു ഉത്തരവാദിത്തം ഉണ്ട്. അപ്പൊ അവൻ തെറ്റാണെന്ന് പറയുമ്പോൾ, അവൻ്റെ ജീവിത ആ രീതി തെറ്റാണെന്ന് ഞാൻ അക്യൂസ് ചെയ്യുമ്പോൾ, അതിനോടൊപ്പം ഞാൻ പറയുന്നുണ്ട്, എന്താണ്, നിന്നെ ഇത്തരം അവസ്ഥയിൽ എത്തിച്ചേർന്നതിൽ നിന്നെ മിസ്യൂസ് ചെയ്ത അവൻ മാത്രമല്ല, നിന്നെ പോലെ ഞാൻ നിന്റെ അപ്പനെ പോലെ ഒരു അപ്പനാണല്ലോ. എന്നെ പോലെ അപ്പന്മാർക്ക് പങ്കുണ്ട്. അപ്പോൾ പൗലോസ്ലീഹ പറയുന്നുണ്ട്, പിതാക്കന്മാരെ, നിങ്ങൾ മക്കളെ ക്രൂരമായിട്ട് ചീത്ത പറയുക, അങ്ങനെ മർദ്ദിക്കുക, അങ്ങനെ ചെയ്യല്ലേ, അവർ നിരുന്മേഷരായി പോകും, അവരിലെ ആണത്തം തന്നെ ഇല്ലാണ്ടാവുന്നു. പൗലോസ്ലീഹ എഴുതി വെച്ചിട്ടുള്ളതാണ്. പൗലോസ്ലീഹനെ ചീത്ത പറയുന്നവർ ഇതൊന്നും വായിച്ചു നോക്കിയിട്ടില്ല എന്ന് തോന്നുന്നു. അവരിലെ പുരുഷത്വം അവർ പെണ്ണുങ്ങളായിട്ട് മാറും. അപ്പോൾ നമ്മളെപ്പോലുള്ള ഈ പറയുന്ന ആളുകൾ അത് തെറ്റല്ല എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടി പോവുകയാണ്. അപ്പൊ അവരെ എങ്ങനെ തിരിച്ച് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാം, അതാണ് കാത്തലിക് ചർച്ചിന്റെ അടിസ്ഥാന ചിന്ത. അതുകൊണ്ടാണ് കാത്തലിക് ചർച്ച് മാർപ്പാപ്പ പറയണേ, അവൻ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ മാത്രം തെറ്റായിട്ട് അവനെ ശപിക്കുന്നതിന് പകരം കാത്തലിക് ചർച്ചിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ തന്നെ, ഒരു മനുഷ്യൻ പാപം ചെയ്തു, ആ പാപം മൂലം എല്ലാവരും പാപികളായി തീർന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം ആദാം പാപം ചെയ്തപ്പോൾ എല്ലാവരും പാപികളായി എന്നല്ല. ഞാനൊരു തെറ്റ് ചെയ്താൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമല്ല, അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും ഞാൻ മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ സിസ്റ്റം അനുഭവിക്കേണ്ടി വരുന്നതാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രധാന പ്രമേയം തന്നെ. ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവനെ നോർമൽസിയിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം ആ അബരേഷൻ തന്നെ, രോഗം തന്നെ ആരോഗ്യമാണെന്ന് നിർവചിച്ച് ഇല്ലാതാക്കുന്ന ശ്രമം തെറ്റാണ്. രണ്ടാമതായിട്ട് അത്തരം ആളുകളെ ശപിച്ച് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതും തെറ്റാണ്. അവരെ എങ്ങനെ തിരിച്ച് ശരീരവും മനസ്സും, അവൻ്റെ ശരീരം മെയിലാണെങ്കിൽ അവൻ്റെ മനസ്സും ജീവിത പേഴ്സണാലിറ്റിയും
പുരുഷൻ്റേതാക്കാനും, ഒരു പെണ്ണ് സ്ത്രീ ആണെങ്കിൽ അവളുടെ വ്യക്തിത്വം സ്ത്രീയുടേതാക്കാനും ശ്രമിച്ച് ഹാർമണിയിൽ കൊണ്ടെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അതിനെ എന്നെ ശ്രവിക്കുന്നവരുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം അപ്പനും അമ്മയുമായിട്ടുള്ള ബന്ധം സുതാര്യമാക്കുകയാണ്. അതിലൂടെ മാത്രമേ പേഴ്സണാലിറ്റിയുടെ ഇന്നർ ഡിവിഷൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റൂ. അത്തരമൊരു സന്ദേശത്തോടു കൂടി നിർത്തുന്നു. മറ്റൊരവസരത്തിൽ ഇത്തരത്തിൽ വന്നുപെട്ട് വഴിയിലായി, അതായത് മനുഷ്യൻ്റെ ഇടപെടൽ മൂലം ഗേ ആയിപ്പോയിട്ടുള്ളവരെ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി തകർന്നവരെ എങ്ങനെ തിരിച്ചു കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് കൂടി നാം ചിന്തിക്കാനുള്ള ഒരു എപ്പിസോഡ് പിന്നീട് ചെയ്യാമെന്ന് വാക്ക് നൽകിക്കൊണ്ട് നിർത്തുന്നു.